ഒരു മനമോടെ ഒരു ജനമായി ഒരുമയോടെ യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അണയുവിൻ 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 യുവജനമേ, ഒരുങ്ങുവിൻ 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 യുവജനമേ. വിശുദ്ധ കുർബാനയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ബോധപൂർവ്വം വിശ്വസിക്കണം, പിന്നെയും വിശ്വസിക്കണം. എത്രയോ അത്ഭുതങ്ങൾ പറയാൻ നടന്നിട്ടുണ്ട്. ഒരു അത്ഭുതത്തെക്കുറിച്ച് കൂടെ ഞാൻ പറയാം. വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ്റെ ജീവചരിത്രത്തിലുണ്ടായ സംഭവമാണ്. അന്തോണീസ് പുണ്യാളച്ചൻ വലിയ പ്രസംഗകനായിരുന്നു, വിശുദ്ധ കുർബാനയുടെ ഭക്തനുമായിരുന്നു. ഒരിക്കലും ഒരു അവിശ്വാസി അച്ഛനോട് പറഞ്ഞു, അച്ഛ, വിശുദ്ധ കുർബാനയിൽ ഈശോയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, ഉണ്ട്. അപ്പം അങ്ങനെ അയാൾ പറഞ്ഞു, നമുക്കൊരു പന്തായം വെക്കാം. ആയിക്കോട്ടെ, പന്തായം ആവട്ടെ. എന്താ പന്തായം എന്നറിയാവോ? ഒരു കഴുതയെ ഒരാഴ്ച മുഴുവനും പട്ടിണിക്ക് കെട്ടിയിടണം, ഒന്നും കൊടുക്കരുത്. അതിനുശേഷം ഓട്സ് എന്ന് പറയുന്ന സാധനം ഈ കഴുതയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ്, ഓട്സ്. എന്നിട്ട് ഓട്സ് കഴുതയ്ക്ക് കൊടുക്കണം. ആ കഴുത ഇങ്ങനെ ആർത്തിയോടെ തിന്നും. ആ സമയത്ത് അച്ഛൻ വിശുദ്ധ കുർബാനയും കൊണ്ട് വരണം. വിശുദ്ധ കുർബാനയും കൊണ്ട് വരുമ്പോൾ ഈ കഴുത ഓട്സ് തീറ്റ നിർത്തിയിട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നോക്കി നിന്ന് ആരാധിച്ച ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇപ്രകാരമുള്ള പരീക്ഷണത്തിനൊന്നും സാധാരണ ഇതിൽ അച്ഛന്മാർ തുനിയാറില്ല, ചെയ്യരുതെന്നുമാണ് സഭയുടെ നിലപാട്. ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കാൻ മാത്രമാണ്. പക്ഷേ ഈ അച്ഛൻ അത് സമ്മതിച്ചു. ഒരു കഴുതയെ പട്ടിണിയിട്ടു. അതിനുശേഷം 7-ാം ദിവസം ഈ കഴുതയ്ക്ക് ഓട്സ് കൊടുത്തു. കഴുത ആർത്തിയോട് തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് 2 കുട്ടികൾ തിരിയുമായിട്ട് വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് വന്നപ്പോൾ എന്താ സംഭവം എന്നറിയാവോ? ഈ കഴുത ഓട്സ് തീറ്റ നിർത്തിയിട്ട് വിശുദ്ധ കുർബാനയുടെ നേരെ നോക്കി 2 മുട്ടും മടക്കി കുമ്പിട്ട് നിന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കഴുതയ്ക്ക് ഈശോയുടെ സാന്നിധ്യം മനസ്സിലായി. സത്യമായും കർത്താവായ മിശിഹ വിശുദ്ധ കുർബാനയിലുണ്ട്. അതെടുക്കുകയും കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ ആ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ സ്ത്രീകളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളാരും എന്നോട് പിണങ്ങിയെന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ 7 ചിറകുള്ള മാലാഖമാർ പ്രവേശിക്കാൻ പോലും ഭയപ്പെടുന്നവരാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവർ മാലാഖമാർ തുല്യരായ പരിശുദ്ധിയോടുകൂടി വേണം വരാനായിട്ട്. തല മറയ്ക്കുന്നതൊക്കെ നമ്മുടെ വലിയൊരു പാരമ്പര്യമാണ്. ഇന്ന് ചിലർക്കൊക്കെ തല മറയ്ക്കാനായിട്ടൊരു മടിയുണ്ട്. ചിലർക്കൊക്കെ ഏതോ ഫെമിനിസ്റ്റുകളൊക്കെ പറഞ്ഞാണ് അടിമകളാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നുമല്ല. ദൈവസന്നിധിയിൽ വരുന്നതിൻ്റെ ഉള്ള ഒരു ഭവ്യതയുടെ അടയാളമായിട്ട് നമ്മൾ തലമറയ്ക്കുന്നതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളത് ചെയ്യണമെന്നെൻ്റെ ആഗ്രഹം. അമ്മച്ചിമാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരികളൊക്കെ അവർ പറയും. ഇത് വേറൊരു കാര്യമല്ല. ദൈവസന്നിധിയിൽ, മഹോന്നതനായ ദൈവസന്നിധിയിൽ ഞാൻ ഭവ്യതയോടുകൂടി, എളിമയോടുകൂടി, വിശുദ്ധിയോടുകൂടി. പള്ളിയിൽ പോകുമ്പോഴുള്ള ഡ്രസ്സും അതുപോലെ ആയിരിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ മാന്യമായ ഡ്രസ്സോടുകൂടി പോകണം. സൺഡേ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. സൺഡേ ബെസ്റ്റ്. വാട്ട് ഈസ് സൺഡേ ബെസ്റ്റ്? സൺഡേ എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകുന്നു. കുർബാനയ്ക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക. ഭവ്യതയോടുകൂടി മോഡസ്റ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക. പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട്. സോ യു ടേക്ക് എ ഡിസിഷൻ. യു ആർ വൈഫ് ഫോർ ക്രൈസ്റ്റ്, വൈഫ് ഫോർ സി ആണ് നിങ്ങൾ ടേക്ക് എ ഡിസിഷൻ. ഞാൻ ഇപ്പോഴും അത് നമ്മൾ അന്തസ്സുള്ള ഡ്രസ്സ് ഞാൻ ഇടുകയുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ മഹതിമാർ സ്ത്രീകളുണ്ട്. ഇന്ത്യ മുഴുവനും ലോകം അറിയപ്പെടുന്ന ആളുകൾ. നമ്മുടെ സോണിയാഗാന്ധിയുണ്ട്, മീരാകുമാറുണ്ടായിരുന്നു, ഇപ്പോഴത്തെ സ്പീക്കർ ഒരു മഹാജൻ, പിന്നെ നമ്മുടെ സുഷമ സ്വരാജ്, പ്രതിഭ പാട്ടീൽ. ഇവരൊക്കെ ഇന്ത്യയെ ബഹുമാനിക്കുന്ന വലിയ സ്ത്രീകളാണ്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ. അവരൊക്കെ ടി വിയിലും പൊതുസ്ഥലത്തൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദേഹമൊക്കെ ശരിക്കും മറച്ച് നല്ല ഭവ്യതയോട് നല്ല ഭംഗിയായി ഡ്രസ്സ് ചെയ്തിട്ട് അവർ പ്രത്യക്ഷപ്പെടുന്നത്. ഇവരാരും പിന്നെ ഫാഷനില്ലാത്തവരും കൊള്ളരുതാത്തവരാരും ചീത്ത പെണ്ണുങ്ങളാണെന്ന് ആരും പറയില്ല. They are respected women. They are respected women, respected by the whole country and the whole world. അവരത്ര അന്തസ്സായിട്ട്. നമ്മുടെ മിടുക്കെന്ന് പറയുന്നതും സൗന്ദര്യമെന്ന് പറയുന്നതും നമ്മുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമല്ല. ഇറ്റ് ഈസ് അവർ ഇന്നർ ബ്യൂട്ടി. പത്രോസ്ലിയ പറയും, ബാഹ്യമോടികളായ വളകളോ ഡ്രസ്സോ ഒന്നുമല്ല, ആന്തരികമായിട്ടുള്ള വിശുദ്ധിയും ശക്തിയും വ്യക്തിത്വവുമാണ് നമ്മുടെ കഴിവ് എന്ന്
പത്രോസിലേക്ക് 1 പത്രോസ് 3 പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ നിങ്ങൾ ആൺപിള്ളേരാണെങ്കിലും പാൻറ്റൊക്കെ ഇടുന്നൊക്കെ അത് നല്ല പാൻറ്റാണെന്ന് നോക്കണം. ഇന്നത്തെ ചില രീതികൾ കാണുമ്പോൾ പുറകെ നോക്കുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരും. നമ്മൾ എന്തിനാ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കിട്ടുന്നത്? ദി സ്ട്രെങ്ത് പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ ഹിസ് ഡ്രസ്, ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഹിസ് ഇന്നർ സ്ട്രെങ്ത്. കർത്താവ് പറഞ്ഞു, മനുഷ്യജീവിതം ധന്യമാകുന്ന സമ്പത്ത് കൊണ്ടല്ല, മനുഷ്യജീവിതം ധന്യമാകുന്ന സമ്പത്ത് കൊണ്ടല്ല എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ കാറിൻ്റെ വലിപ്പമോ എൻ്റെ ഡ്രസ്സിൻ്റെ കളറോ എൻ്റെ സാരിയുടെ മെടുക്കോ അതൊന്നുമല്ല. ഞാൻ എൻ്റെ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ വികസനമാണ്, എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, പ്രസംഗിക്കാനുള്ള എൻ്റെ കഴിവ്, പാട്ട് പാടാനുള്ള എൻ്റെ കഴിവ്, പഠിക്കാനുള്ള എൻ്റെ കഴിവ്, സൽസ്വഭാവം, സ്പോർട്സിലുള്ള കഴിവ്, ലിറ്ററേച്ചറുള്ള കഴിവ്, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള എൻ്റെ കഴിവ്, അതല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള എൻ്റെ കഴിവ്, നന്മ ചെയ്യാനുള്ള എൻ്റെ കഴിവ്, അതിനെയാണ് ജനം പിന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറെ ലോകം മുഴുവനും ക്രിക്കറ്റുകാരെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹമൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ നോക്ക്, ഇങ്ങനെ ഷാബിയായിട്ടുള്ള ഗോഡിയായിട്ടുള്ള ഡ്രസ്സോ അദ്ദേഹത്തിനൊന്നുമില്ല. അപ്പം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദേവാലയത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഭവ്യതയോടു കൂടി വരണം. കാരണം മഹോന്നതനായ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഭക്തിയോടുകൂടി കുർബാന അർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ പഠിച്ചു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്ക് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനം കിട്ടും. പാപം മോചിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായി നമ്മുടെ പാപങ്ങൾ ഇല്ലാതായിത്തീരും, കടങ്ങൾ വീട്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് സമൃദ്ധമായി കിട്ടും. ദൈവത്തിൻ്റെ വരപ്രസാദം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകും. വത്തിക്കാൻ സുനോദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണ രേഖയിലെ 10ാമത്തെ ഖണ്ഡികയിൽ ഒരു വാചകം എങ്ങനെയുണ്ട്? വിശുദ്ധ കുർബാനയിൽ നിന്ന് വിശ്വാസികളിലേക്ക് ഒരു ഉറവയിൽ നിന്ന് പോലെ അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇതിനെ പ്രതിനിധാനം ചെയ്യുന്ന പിന്നെ അടയാളമായിട്ട് കാണിക്കുന്ന പല അടയാളങ്ങൾ നമുക്കുണ്ട്. ആരാധനയ്ക്ക് വേണ്ടി ആരുളിക്കാതെ ഇങ്ങനെ കിരണങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആദ്യകാല കുഞ്ഞുനാളിലൊക്കെ ഞാൻ വിചാരിച്ചു നോക്കി ഇതിങ്ങനെ കലാകാരൻ്റെ ചിന്തയനുസരിച്ച് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ കിരണങ്ങൾ വെച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ സൗന്ദര്യം വിശുദ്ധ കുർബാനയുടെ ഇങ്ങനെ കിരണങ്ങൾ വീശുന്ന വിശുദ്ധ കുർബാനയുടെ അടയാളം. പുത്തൻ കുർബാന ചെല്ലുമ്പോഴും അങ്ങനെ വെക്കും. അന്നൊക്കെ ഞാൻ കലാകാരൻ്റെ ഒരു ഭാവനയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാവനയൊന്നുമല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ്. വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചോടുകൂടി ഇവിടെ നിൽക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കും. അവര് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒന്നും അത് കിട്ടുകയില്ല. ആര് ദാഹിക്കുന്നുവോ അവർക്ക് കിട്ടും. എത്രമാത്രം വലിയ പാത്രം കൊണ്ടുവന്നോ ആ പാത്രം നിറച്ച് കിട്ടും. കുഞ്ഞു പാത്രമാണെങ്കിൽ കുഞ്ഞു അത്രയും വെള്ളം കിട്ടും, അനുഗ്രഹം കിട്ടും. വലിയ പാത്രമാണെങ്കിൽ അത്രയും കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഒരുങ്ങി വരണം. വിശുദ്ധിയോട് വരുമ്പോൾ കർത്താവൻ അനുഗ്രഹം നമ്മളിലേക്ക് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം പ്രസരിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ സ്വീകരിക്കണം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. നമുക്കറിയാം, വിശുദ്ധ കുർബാന വിശ്വാസമില്ലാത്ത ആൾക്ക് വെറുതെ ഗോതമ്പപ്പമാണ്. മാതാവ് ഈശോയെ പ്രസവിച്ചു, കയ്യിലെടുത്തു. കുഞ്ഞിനെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ വന്നു. കുറേ പേര് വിശ്വസിച്ചു, കുറേ പേര് വിശ്വസിക്കാതെ പോയി. മറ്റുള്ളവരൊക്കെ എന്താ കണ്ടത്? ഒരു ചെറുക്കൻ കൊച്ച്. സാധാരണ ഒരു ചെറുക്കൻ കൊച്ച്, കൈയും കാലുമുള്ള, സാധാരണ ആൺകുട്ടികൾക്കുള്ള എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളുള്ള ഒരു ചെറുക്കൻ കൊച്ച്. അങ്ങനെ ചെറുക്കൻ കൊച്ചിനെ കണ്ടിട്ട് അവർ തിരിച്ചു പോയപ്പോൾ മാതാവ്, അവൾക്കറിയാം ഇത് സാധാരണ ചെറുക്കൻ കൊച്ചല്ല, ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൾക്കറിയാം. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൾക്കറിയാം. അവൾ അത് വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യവതിയായി. തിരുവചനം പറയുന്നു, ലൂക്ക 1:2-45 പറയുന്നു, ദൈവം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് അരുളി ചെയ്തവൾ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, മറിയത്തെ സകല ജനങ്ങളും വിശ്വസിക്കാനും പ്രകീർത്തിക്കാനും കാരണം അവളുടെ വിശ്വാസമാണ്. വിശുദ്ധ കുർബാന സത്യമായും ഈശോയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗ്യമേ ഭാഗ്യമെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വരപ്രസാദം സമൃദ്ധമായി നമുക്ക് ലഭിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമ്മുടെ കുർബാനയിൽ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടാം. നമ്മുടെ ആരാധനയുടെ സമയത്തും മറ്റുള്ള സമയത്തും നമ്മൾ ആ ഭക്തിയോടുകൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കും, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അനുദിനം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സമയം
വിശുദ്ധ കുർബാന സ്വീകരണത്തെ സമയമാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടും. പാപമംഗലമായ ദുഃഖം നിറഞ്ഞ വേദന നിറഞ്ഞ ആ ഇടങ്ങളിലേക്ക് കർത്താവ് ശ്രമിച്ച ആഴ്ന്നിറങ്ങി വന്നിട്ട് അവിടെ സുഖപ്പെടുത്തി നമ്മളെ സൗഖ്യപ്പെടുത്തുന്നതാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം ആന്തരിക സൗഖ്യം കിട്ടുന്ന സമയമാണ്. പാപിയായ എന്നിലേക്ക്, ദുഃഖിതനായ എന്നിലേക്ക്, പീഡിതനായ എന്നിലേക്ക്, കഷ്ടതകൾ നിറഞ്ഞ എന്നിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയും അവിടെ സ്ഫോടനം നടന്നു, ഞാൻ പറയാൻ പറയാം, സ്ഫോടനം നടത്തിയിട്ട് നമ്മുടെ ആന്തരിക മുറിവുകളെ ഇല്ലാതാക്കി തീർക്കും. നമ്മുടെ നവ്യ വ്യക്തികളാക്കി മാറ്റുന്ന സമയമാണ്, ആന്തരിക സൗഖ്യം കിട്ടുന്ന സമയമാണ് വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതധികം പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമായിരിക്കാം, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴിയായിട്ട് ചിലപ്പോഴൊക്കെങ്കിലും നമുക്ക് രോഗസൗഖ്യവും കിട്ടും. ശാരീരിക രോഗസൗഖ്യവും കിട്ടും. എല്ലാ രോഗങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ രോഗസൗഖ്യം കിട്ടിയ അനേകം വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ ഒരു സിസ്റ്റർ സിൽവിയയുണ്ട്, ഡോക്ടർ സിസ്റ്റർ പൂജയിലാണ് ഉള്ളത്. സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയാമല, മലബാറിലെ കുടിയാമല എന്ന സ്ഥലത്ത് വലിയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി സിസ്റ്റർ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ആ ക്ഷണത്തിൽ സിസ്റ്ററിനുണ്ടായിരുന്ന 15 വർഷം പഴക്കമുള്ള ആസ്മാരോഗം, വലിവിൻ്റെ രോഗം മാറി. വേറൊരു മനുഷ്യൻ്റെ അനുഭവം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഒരച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി മനുഷ്യൻ വന്നു. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം പ്രാർത്ഥിക്കുന്ന എപ്പോഴും വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. എന്നാൽ ഈ മനുഷ്യൻ കുടുംബസമേതം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ചാപ്പലിൽ വേറെ പലരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, പാർലറിൽ തന്നെ ഒരു സ്റ്റൂള് അലങ്കരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ പാത്രത്തിന് കുസ്തോതി എന്ന് പറയുന്നത് അതെടുത്തു ഭക്തിയോടെ കൊണ്ടുവന്ന് ഈ സ്റ്റൂളെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ഈ മനുഷ്യൻ അയാൾ ചാടി ഈ കുസ്തോതി ചോട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭക്തിയോടെ നിൽക്കുക. ഈ അച്ഛൻ പറയുക, എനിക്ക് വാസ്തുവിനുള്ളിൽ വലിയ ദേഷ്യം തോന്നി. എന്താ കാരണം എന്നറിയാവോ? അന്നത്തെ കാലത്ത് വിശുദ്ധ കുർബാന എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന അച്ഛന്മാർ മാത്രമാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമുക്ക് ജനബാഹുല്യം കൂടുമ്പോൾ ചിലപ്പോൾ പിന്നെ അച്ഛന്മാരല്ലാത്തവർ, ചെറുപട്ടം കിട്ടിയവരും ഉടുപ്പിട്ട ലോവയിട്ട ശമ്മാശന്മാർക്ക് അല്ലെങ്കിൽ നിത്യവ്രതം ചെയ്ത സിസ്റ്റേഴ്സിന് ചിലപ്പോൾ ചില അൽമായർക്ക് പോലും അനുവാദം കൊടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് അവർ കുർബാന കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് തിരുപ്പട്ടം കിട്ടിയ വൈദികർ മാത്രമേ കുർബാന എടുക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് ഈ മനുഷ്യൻ കുർബാന പാത്രത്തിൽ ചാടി പിടിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ വളരെ ഭക്തിയോടുകൂടിയാണ് നിൽക്കുക. അതുകൊണ്ട് അച്ഛനൊന്നും വേണ്ടിയില്ല. അച്ഛൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കുർബാന എടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാദർ, ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി ബോക്സ് ആൻഡ് ഷോ മീ വാട്ട് ഈസ് ഇൻസൈഡ്. എന്നാൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇതിൻ്റെ മൂടി തുറന്നൊന്ന് കാണിക്കാവോ, അതിൻ്റെ അകത്ത് എന്താ ഉണ്ടെന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ അകത്ത് കുറച്ച് ഗോതമ്പിൻ്റെ കടലാസിൻ്റെ കനത്തിലുള്ള അപ്പങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ അതേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് കർത്താവിശ്വമിശിയ തന്നെയാണ് ഈശോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ഫാദർ, യു ആർ ടെല്ലിങ് എ ലൈ, ബിക്കോസ് ദ മൊമെന്റ് യു കെപ്റ്റ് ദ സിബോറിയം ഓൺ ദ സ്റ്റൂൾ, there was heavy rush of magnetic power which pulled me to that and I held it, and now I want to certify that I have been suffering from asthma disease for the last 25 years. Now I am fully healed. പറഞ്ഞ കാര്യം എന്നറിയാവോ? അച്ഛൻ നുണ പറയുക. ഈ കുസ്തോതി ഇവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് തന്നെ ഭയങ്കരമായ ഒരു കാന്തമ ശക്തിയോടുകൂടി എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. ഞാൻ അതുകൊണ്ട് അതിനെ ചോട്ടിപ്പിടിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ അച്ഛനോട് പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 25 വർഷമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലിയ ആസ്മാരോഗം ഇപ്പോൾ എനിക്കില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ സൂക്ഷിക്കുന്ന പാത്രത്തിൽ തൊട്ടപ്പോൾ 25 വർഷം പഴക്കമുണ്ടായിരുന്ന വലിയ രോഗം അദ്ദേഹത്തെ മാറ്റിക്കിട്ടി. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാ. നമ്മൾ വിശ്വസിച്ചാൽ കർത്താവ് നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത് ധാരാളം അനുഭവം ഇനിയും പറയുന്നില്ല. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ചിലർക്കെങ്കിലും രോഗസൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. ഈ നല്ല സിസ്റ്റേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛോ, ഞാൻ സാധാരണ രോഗമൊന്നും വന്നാൽ മരുന്നൊന്നും മേടിക്കില്ല, ഞാൻ ചെയ്യുന്നതിന് നല്ലൊരു കുമ്പസാരം കഴിച്ച് ഞാൻ കുർബാനയെ പങ്കെടുത്ത് കുർബാന ആയിക്കോളൂ, എൻ്റെ രോഗം മാറും. ഇങ്ങനെ ധാരാളം സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഔഷധവും കൂടിയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാ രോഗമൊന്നും മാറിയില്ല. അൽഫോൻസാമ എല്ലാ ദിവസവും കുർബാന ആയിക്കൊണ്ടായിരുന്നു, അൽഫോൻസാമയുടെ രോഗം മാറിയില്ല.
അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള പലരും കുർബാന സ്വീകരിക്കും, രോഗം മാറുന്നില്ല. പക്ഷേ ചില രോഗങ്ങൾ തമ്പുരാൻ അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിട്ട കാര്യമാണ്. അങ്ങനെ സൗഖ്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു കലവറയാണ് വിശുദ്ധ കുർബാന എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ചാൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. എന്താ മറുവശം എന്നറിയാവോ? പൗലോസ് ശ്ലീഹ പറയാം, കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 11-ാം അധ്യായം 29-30 വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അവൻ്റെ ശിക്ഷാവിധിയാണ് അവൻ കൈക്കൊള്ളുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളിൽ പലരും രോഗികളും ചിലർ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന്. വിശുദ്ധ കുർബാന ഇത്രമാത്രം വലിയ അനുഗ്രഹത്തിന് കലവറയാണെങ്കിൽ അയോഗ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അവൻ്റെ ശിക്ഷാവിധിയാണ് അവൻ കൈക്കൊള്ളുന്നത്. അവന് അപകടങ്ങൾ സംഭവിക്കും, അവന് കുറ്റങ്ങൾ സംഭവിക്കും. യോഹന്നാൻ 13:27 പറയുന്നു, അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് അവനിൽ സാത്താൻ പ്രവേശിച്ചു. അന്ത്യത്താഴവേളയിൽ കർത്താവ് യേശു തന്നെ അപ്പം മുറിച്ച് 12 അപ്പസ്തലന്മാർക്ക് കൊടുത്തു. 11 പേർക്കും ഈശോയെ കിട്ടി. യൂദാസ് കറിയാത്തവയ്ക്ക് ആരെ കിട്ടി? പിശാചിനെ കിട്ടി. യൂദാസ് കറിയാത്തവയ്ക്ക് പിശാചിനെ കിട്ടി. അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് അവനിൽ സാത്താൻ പ്രവേശിച്ചു. എന്താ കാരണം? അതും തിരുവചനം തന്നെ ഉത്തരവുണ്ട്. 12:6 പറയുന്നു, യോഹന്നാൻ 12:6 പറയുന്നു. എന്താ? ആ സ്ത്രീ ഉണർന്ന് ഈശോയുടെ കാലിൽ സുഗന്ധം പുരട്ടിയപ്പോൾ ഇവൻ മാറിയെന്ന് വിമർശിച്ചു. ഈ പണമെല്ലാം വെറുതെ എന്തിനാ പാഴാക്കിയത്? പാവപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടില്ലായിരുന്നു ചോദിച്ചു. അതിനുശേഷം സുവിശേഷകനായ യോഹന്നാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് അറിയാവോ? ഇവനിത് പറഞ്ഞത് ദരിദ്രരോട് അവന് സ്നേഹമുണ്ടായിട്ടല്ല, നേരെ മറിച്ച് അവൻ പണം സൂക്ഷിപ്പുകാരനായതുകൊണ്ടും ആ സഞ്ചിയിൽ വീഴുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ കട്ടെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ കള്ളനായിരുന്നു, അവൻ വഞ്ചകനായിരുന്നു. തന്നെയുമല്ല, അന്ത്യത്താഴവേളയിൽ അപ്പം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ കീശയിൽ ഈശോയെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശുണ്ടായിരുന്നു. അവൻ ചതിയനാ, വഞ്ചകനാ, ഒറ്റുകാരനോ. അതുകൊണ്ട് 12 പേർക്കും ഈശോയെ കിട്ടിയപ്പോൾ ഇവന് സാത്താനെ കിട്ടി. സാത്താൻ ആരാ? അവൻ പാപികളുടെ പിതാവാണ്. കൊലപാതകവും വ്യഭിചാരവുമാണ് അവൻ്റെ സ്വഭാവം. തിരുവചനം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിശാച് കയറിയാൽ പിശാച് ചെയ്ത് പ്രവൃത്തികൾ ചെയ്യും. കുർബാന സ്വീകരിച്ചാൽ ചിലർ കൊലപാതകവും വ്യഭിചാരവും അശുദ്ധിയും തിന്മയും എല്ലാം ചെയ്യും. എന്താ? അയോഗ്യമായിട്ട് സ്വീകരിച്ചാൽ തിരുവചനം പറയുന്നു അവൻ്റെ ശിക്ഷാവധി അവൻ കൈക്കൊള്ളും. അവളും അതെ. അതുകൊണ്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഭക്തിയോടെ നമ്മൾ കൈക്കൊള്ളണം. പക്ഷെ ഒരു കാരണവശാലും അയോഗ്യമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ 3. 1, വരപ്രസാദ അവസ്ഥയിലായിരിക്കുക, പാപം ഉണ്ടാകരുത്. 2, 1 മണിക്കൂർ സമയമെങ്കിലും ഉപവസിക്കണം. 3, വേണ്ടത്ര ഭക്തിയും ഒരുക്കം ഉണ്ടായിരിക്കണം. ചാവുദോഷത്തോടുകൂടി ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ചാവുദോഷത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നീ മരിക്കും. നീ പിശാചിന്റെ തലയിൽ കയറും. നിനക്ക് ഈശോയെ കിട്ടുകയില്ല. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് വിശുദ്ധ കുർബാനയുടെ മറുവശമാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. അതായത്, വിശുദ്ധ കുർബാന നമ്മൾ പള്ളിയിൽ വന്ന് ആഘോഷമായിട്ട് ഭക്തിയോടെ കുർബാന അർപ്പിക്കണം. പക്ഷേ കുർബാന അർപ്പിച്ചിട്ട് പൊടിയും തട്ടി പോയാൽ മാത്രം പോരാ. പുണ്യശ്ലോകനായ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, വിശുദ്ധ കുർബാനയും തിരുസഭയും എന്നുള്ള ചാക്രികലനത്തിൽ പറയുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരും സ്വീകരിക്കുന്നവരും കുർബാന സ്വീകരിച്ചതിനും കുർബാന അർപ്പിച്ചതിനും പള്ളിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോയാൽ പോരാ. They have to live the culture of the Eucharist. അവർ വിശുദ്ധ കുർബാനയുടെ സംസ്കാരം അവർ ജീവിക്കണം. എന്താണ് വിശുദ്ധ കുർബാന സംസ്കാരം? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനായ ദൈവം, അഖിലാണ്ട മണ്ഡല ശില്പിയായ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റവാക്കാൽ സൃഷ്ടിച്ചവനായ ദൈവം 8 വട്ടത്തിലുള്ള കുഞ്ഞ് അപ്പമായി ചെറുതാകുന്നു. അല്ല, മുറിക്കപ്പെടുന്നു. തീർന്നില്ല, അത് മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീരുന്നു. ഇതാണ് കുർബാനയുടെ സംസ്കാരം. മഹോന്നതനായ ദൈവം ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവരുടെ ഭക്ഷണമായി തീരുന്നത്, മറ്റുള്ളവരുടെ ആരോഗ്യമായി ആയുസ്സായി മാറുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായ നമ്മൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായ നമ്മളും ഈശോയുടെ ഈ മനോഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വ്യയം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. കുടുംബജീവിതക്കാരങ്ങനെ ചെയ്യണം, വൈദികരങ്ങനെ ചെയ്യണം, സന്യസ്തരങ്ങനെ ചെയ്യണം, അവിവാഹിതരും ചെയ്യണം. കുടുംബനാഥൻ
കുടുംബനാഥയുടെയും മക്കളുടെയും നന്മയ്ക്ക് വേണ്ടി സ്വയം ഇല്ലാതാകണം, മുറിക്കപ്പെടണം, ശൂന്യവൽക്കരിക്കപ്പെടണം. അമ്മ അപ്പൻ്റെയും മക്കളുടെയും ശ്രേയസ്സിനു വേണ്ടി ഇല്ലാതാകണം, മക്കൾ മാതാപിതാക്കളുടെയും ശ്രേയസ്സിനു വേണ്ടി ഇല്ലാതാകണം, സഹോദരങ്ങളുടെയും ശ്രേയസ്സിനു വേണ്ടി ഇല്ലാതാകണം, അയൽക്കാർക്ക് നന്മയാകണം. അങ്ങനെ നന്മയായി തീർന്നാൽ ക്രൈസ്തവ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമാകും. സ്നേഹമുള്ളവരെ, വേറെ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയായി മാറണം. എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ആശ്വാസമായി, ആരോഗ്യമായി, അനുഗ്രഹമായി, സൗഖ്യമായി, സാന്ത്വനമായി ഞാൻ മാറണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടണം. അതാണ് കുർബാനയുടെ സംസ്കാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പള്ളി മദർ തെരേസയുടെ നാമത്തിലുള്ള പള്ളിയാണ്. മദർ തെരേസ ഈ നാട്ടിലെ വലിയ ഇതിഹാസം സൃഷ്ടിച്ചവളാണ്. സഭയെ വെറുക്കുന്നവരും സഭയെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി നടക്കുന്നവരും അവരുടെ മുമ്പിലും അവൾ പ്രത്യക്ഷപ്പെട്ടതാണ്. മദർ തെരേസ മരിച്ചപ്പോൾ ഇന്ത്യ മുഴുവനും തേങ്ങി. ലോകരാജാക്കന്മാർ, നേതാക്കന്മാരൊക്കെ വന്നു. മഹാത്മാഗാന്ധിജി കൊടുത്തതുപോലുള്ള വലിയ മൃതസംസ്കാരം മദർ തെരേസയ്ക്ക് കൊടുത്തു. മഹാത്മാഗാന്ധിജി കൊണ്ടുപോയ ആ മൃതദേഹം കൊണ്ട് രഥം തന്നെ കൽക്കട്ടയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തിട്ടാണ് മദർ തെരേസയെ കൊണ്ടുപോയത്. മദർ തെരേസയുടെ മൃതശരീരത്തിന് മുമ്പിൽ റീത്ത് വെക്കാൻ വേണ്ടി കാശ്മീരിൽ നിന്ന് വലിയൊരു ഭീകരൻ വന്നു. എന്താ കാരണം? ഞാൻ പറയും. മദർ തെരേസ എല്ലാവർക്കും വിശുദ്ധ കുർബാനയായി മാറി. വിശുദ്ധ കുർബാനയായി മാറി, സ്നേഹത്തിൻ്റെ അവതാരമായി മാറി. വിശുദ്ധ കുർബാന സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ യുവജനങ്ങൾ ധാരാളം അക്രൈസ്തവരുടെ കൂടെ ജീവിക്കുന്ന ഇടപെടുന്നുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ വിശുദ്ധ കുർബാനയായി മാറണം. അവർക്കൊക്കെ കുർബാനയായി നിങ്ങൾ മാറണം. അവർക്കൊക്കെ സ്നേഹത്തിൻ്റെ അവതാരങ്ങളായി മാറണം. സഹായഹസ്തങ്ങൾ നീട്ടുന്നവരായിരിക്കണം. അറിവിൻ്റെ ജ്ഞാനത്തും കൊടുക്കുന്നവരാകണം. അങ്ങനെ വിശുദ്ധ കുർബാനയായി മാറണം എന്നുള്ളത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, വിശുദ്ധ കുർബാനയായി മാറുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.